പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ നഥാനിയലിന് ബോധ്യമായി അയാൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്നാൽ നഥാനിയൽ ആദമിനോട് ഒന്നും ചോദിച്ചതുമില്ല. മൗനം മുന്നിട്ട് നിൽക്കുന്നത് യൗവനത്തേക്കാൾ വാർദ്ധക്യത്തിലാണല്ലോ. ആദം സ്റ്റഡി റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ മിസ്റ്റർ നഥാനിയേലും അയാളോടൊപ്പം കൂടി. ആദം രാവിലെ ഉണ്ടായതെല്ലാം നഥാനിയലിനെ പറഞ്ഞു കേൾപ്പിച്ചു. ആദം ഓരോ കാര്യങ്ങളും വിവരിക്കുമ്പോഴും നഥാനിയലിൻ്റെ മുഖം കൂടുതൽ ഗൗരവത്തിലായി. അയാളുടെ മുഖം അസാധാരണമായി വലിഞ്ഞു മുറുകി. ആദം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചുനേരം നിശബ്ദനായിരുന്നു. പിന്നെ തുടർന്നു. വലിയ ഗൗരവത്തോടെ തന്നെ കാണേണ്ടുന്ന ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിയത്. അതിൻ്റെ ആത്യന്തിക ഫലം എന്താണെന്ന് കൃത്യമായി പറയാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം വ്യക്തമായും പറയാനാകും. ഞാൻ കരുതിയതിനേക്കാൾ അപകടകരമാണ് കാര്യങ്ങൾ. ഒരു വലിയ ദുരന്തമാണ് നിന്റെ മുന്നിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. അത്രമാത്രം. സർ, അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? ഒരു കീരി ആ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അത് ആര് നടത്തി എന്നത് പോകട്ടെ, അതിനെ ഇത്ര വലിയ സംഭവമായി കാണേണ്ടതുണ്ടോ? നഥാനിയൽ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ഏതാനും മിനിറ്റ് നേരം മൗനിയായി തന്നെ തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം മാറിയേക്കാം. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് ആ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനു പിന്നിൽ ഭയാനകമായ എന്തെല്ലാമോ ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെയെല്ലാം ജീവിതത്തെ ഭയാനകമാക്കാൻ തക്കവണ്ണം എന്തെല്ലാമോ ദുരൂഹതകൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു. നമ്മിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതവും മരണവും തീരുമാനിക്കാൻ തക്കവണ്ണം ആശങ്കകൾ അതിലടങ്ങിയിട്ടുണ്ട്. നഥാനിയൽ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഭയാക്രാന്തമായ മുഖത്തോടെ ആദം നിവർന്നിരുന്നു. സർ, അങ്ങയുടെ മനസ്സിലുള്ളതെല്ലാം ദയവായി തുറന്നു പറയൂ. അങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ മാത്രം. അതല്ല, അതൊക്കെ ഇപ്പോൾ വെളിവാക്കുന്നത് ഉചിതമല്ലെങ്കിൽ വേണ്ട. എനിക്കെല്ലാം തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ആദം, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇപ്പോൾ തന്നെ മാഞ്ഞു പോയിരിക്കുന്നു. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്കിടയിൽ യാതൊന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല എന്ന കാര്യമാണ്. സർ, അങ്ങ് വളരെയേറെ ഗൗരവത്തിലാണെന്ന് എനിക്ക് ബോധ്യമാകുന്നു. അങ്ങയുടെ ശബ്ദത്തിൻ്റെ പതർച്ച തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അങ്ങേക്ക് പറയാനുള്ളത് അത്യന്തം ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ്. ആദം, നമുക്കിടയിൽ ഇനി ഒരു കാര്യങ്ങളും മറച്ചു പിടിക്കാൻ പാടില്ല. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞിരിക്കുന്നു. നാം എല്ലാ കാര്യങ്ങളും ഇനി തുറന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തു നോക്കുമ്പോൾ എന്തെല്ലാമോ ദുരൂഹതകളില്ലേ എന്ന് തോന്നുന്നില്ലേ? ഇക്കാര്യങ്ങൾ തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ എവിടെ തുടങ്ങണമെന്നോ ഏത് വഴിയിലൂടെ നയിക്കണമെന്നോ എനിക്ക് നല്ല നിശ്ചയമില്ല. നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമല്ലോ. ആദ്യം നാം പരിശോധിക്കേണ്ടത് ആ കീരിയുടെ പരാക്രമങ്ങളാണ്. അവൻ ശാന്തനും സ്നേഹമുള്ളവനും നീയുമായി നല്ല ആത്മബന്ധമുണ്ടായിരുന്നവനുമാണ്. അവൻ എപ്പോഴും ശത്രുവായി കണ്ടിരുന്നത് പാമ്പുകളെയാണ്. അതാകട്ടെ അവൻ്റെ ജന്മശത്രുക്കളുമാണ്. അവൻ അത് മാത്രമാണ് ചെയ്തത്. അതെ സർ, അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ലേഡി ആരബല്ലയ്ക്ക് നേരെ ഒരു ശത്രുവിനോടെന്നവണ്ണം ചീറിയെടുത്തത്? ഇക്കാര്യം നാം ഗൗരവത്തോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരപരിചിതയെ മുന്നിൽ കണ്ടപ്പോൾ അവൻ കോപാകുലനായി ചാടി വീണതായിരിക്കാം. ഈ ജീവികൾക്ക് കാര്യകാരണങ്ങളെ യുക്തിയോടെയും വിവേചന ബുദ്ധിയോടെയും കാണാനുള്ള കഴിവില്ലല്ലോ. അതുകൊണ്ട് പറ്റിയതാണെങ്കിലോ? അങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ആദം, നാം മനസ്സിലാക്കേണ്ടത് ഒരു കീരി ഏത് സാഹചര്യത്തിലാണ് അതിൻ്റെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നതെന്ന കാര്യമാണ്. ആയിരത്താണ്ട് കാലങ്ങളായി മനുഷ്യൻ്റെ അറിവിൻ്റെ കാലങ്ങളോളം തന്നെ പഴക്കമുണ്ട് കീരികൾ അതിൻ്റെ ജന്മശത്രുക്കളെ മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്ന സത്യത്തിന്. അങ്ങനെയെങ്കിൽ കേവലം ഒരു മനുഷ്യ സ്ത്രീ മാത്രമായ ആരബല്ലയെ കണ്ടയുടൻ ഒരു ശത്രുവിനെ ആക്രമിക്കുന്നത് പോലെ ശൗര്യത്തോടെ അവൻ എന്തുകൊണ്ടാണ് ചാടി വീണത്? അപ്പോൾ ആ സ്ത്രീ രൂപത്തിന് അവൻ്റെ പരമ്പരാഗതമായ ശത്രുവുമായി എന്തോ ഗാഢമായ ബന്ധമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവൻ ആക്രമിച്ചത്. കൊള്ളാം സാർ, ഏറ്റവും അനുയോജ്യമായ നിഗമനം തന്നെ. എന്നാൽ അതേ അവസരത്തിൽ തന്നെ തീർത്തും അപകടകരവുമാണത്. നാം ഈ ഒരു വാദവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ എത്തിച്ചേരുന്നത് ലേഡി ആരബല്ല ഒരു പാമ്പാണെന്ന നിഗമനത്തിൽ തന്നെയായിരിക്കും. ആദം, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പൂർണ്ണമായും നാം എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ്? ശാരീരികമായ ചില കഴിവുകളെ അടിസ്ഥാനമാക്കി നമുക്ക് ഇക്കാര്യം വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി മണമാണ് പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ ലേഡി ആരബല്ലയുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ പരിസരത്തു നിന്നോ അങ്ങനെയൊന്നും ഉണ്ടായതുകൊണ്ടായിരിക്കാം കീരി ശത്രുവിനെ പോലെ പ്രതികരിച്ചത്. തീർച്ചയായും അങ്ങനെയും സംഭവിക്കാം. ആദം നഥാനിയലിൻ്റെ നിരീക്ഷണത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ നമുക്ക് ആ സംഭവത്തിലേക്ക് തന്നെ തിരികെ എത്താം. ഡയാനാസ് ഗ്രോവിൻ്റെ ഭാഗത്തു നിന്നും ആ നീഗ്രോ കമ്പിൽ ഏതാനും പാമ്പുകളെ എടുത്തുകൊണ്ട് വരുന്നതാണല്ലോ ആദം കണ്ടത്. അങ്ങനെയെങ്കിൽ കൊല്ലപ്പെട്ട പാമ്പിൻ്റെ ഗന്ധം ആ ദിശയിൽ നിന്നും പരന്നതുകൊണ്ടായിരിക്കണം കീരി ലേഡി ആരബെല്ലയ്ക്ക് നേരെ ചാടി വീണതെങ്കിലോ? അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അക്കാര്യം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒരു ഗന്ധം എത്ര സമയം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും എന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങൾ വല്ലതുമുണ്ടോ സാർ? ഈ ഗന്ധം തികച്ചും പ്രകൃതി സഹജമായ ഒന്നാണ്. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സ്ഥലത്തു നിന്നും അത്തരം ഗന്ധങ്ങൾ സ്വാഭാവികവുമാണ്. എന്നാൽ ഇത്തരം ഒരു ഗന്ധത്തിന് അത് നന്മയായാലും തിന്മയായാലും മറ്റൊരു രൂപമായോ വസ്തുവായോ പരിണമിക്കാനാകുമോ സാർ? ഞാൻ അപ്രകാരം ചോദിക്കാനൊരു കാരണം, നമ്മുടെ കീരിയുടെ ആക്രമണം നേരിട്ട ലേഡി ആരബെല്ലയുടെ പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന വീടിൻ്റെ പേര് വെള്ളസർപ്പത്തിൻ്റെ മട എന്നാണെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇത് ശരിയാണെങ്കിൽ നമ്മുടെ അന്വേഷണം കൂടുതൽ കഠിനതരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ അന്വേഷണം തന്നെ വഴിമാറി സഞ്ചരിച്ചേക്കാം. നമ്മുടെ അന്വേഷണം ധാർമ്മികമായ ചില പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നേക്കാം. അത്തരമൊരവസരത്തിൽ നമ്മളാകട്ടെ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ നടുവിൽ പെട്ടുപോയേക്കാം. സർ നഥാനിയേൽ അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു. അദ്ദേഹം തുടർന്നു, നീ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ ഒരു ഗന്ധം എത്ര നേരം പ്രകൃതിയിൽ നിലനിൽക്കും എന്നതിന് നിയതമായ ഒരു നിയമമുണ്ടെന്ന് എൻ്റെ അറിവ് വെച്ച് പറയാനാകുന്നില്ല. ഇനി 1000 ആണ്ട് കാലത്തോളം അത് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയില്ല എന്ന് പറയാനാണ് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ വിഷയം, ഭൗതികമായ ഒരു മാറ്റത്തിനനുസരിച്ച് ധാർമ്മിക വ്യതിയാനം കൂടി ഉണ്ടാകുമോ എന്നതാണ്. അക്കാര്യത്തിൽ ഇന്നേ വരെ ആവശ്യമായ തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാനും എനിക്കാവുന്നില്ല. നമ്മൾ കൃത്യമായും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നന്മയും തിന്മയും സൃഷ്ടി എന്ന വിശാല കാഴ്ചപ്പാടിനുള്ളിൽ തന്നെയുള്ള അവസ്ഥകളാണ്. ചുരുക്കി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയെ നമ്മിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദുരൂഹമായ എന്തെല്ലാമോ സംഭവിക്കുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. സർ, അങ്ങയുടെ അഭിപ്രായം അറിയുന്നതിനായി ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ അതിജീവനങ്ങളെന്ന് വിളിക്കുന്നതും ഭൂതകാലത്ത് നിലനിന്നിരുന്നതായി വിശ്വസിക്കുന്നതുമായ ഒരു ശക്തിയിൽ നല്ലതും ചീത്തതും നിലനിൽക്കുന്നുണ്ടോ? ഉദാഹരണമായി പറഞ്ഞാൽ, പ്രാകൃതമായ കാലത്തെ ഒരു പിശാചിൻ്റെ ഗന്ധം യഥാർത്ഥത്തിൽ അയാൾക്കുണ്ടായിരുന്ന കരുത്തിൻ്റെ അതേ നിലവാരത്തിൽ തന്നെ ഇപ്പോഴും മറ്റൊരു ശരീരത്തിൽ തുടരാൻ കഴിയുമോ? ആദമിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപായി നഥാനിയേൽ അല്പനേരം അർത്ഥഗർഭമായ മൗനം പൂണ്ടു. പിന്നീട് തൻ്റെ മൗനത്തിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹം തുടർന്നു, ആദം, ഭൗതികതയെയും ധാർമ്മികതയെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധാർമ്മികതയിലൂന്നിയാണ് നീ നിൻ്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ വഴിയെ തന്നെ സഞ്ചരിക്കാം. ധാർമ്മികതയുടെ ഭാഗത്തുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ മതപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും നമുക്ക് കൂട്ടായിട്ടുണ്ടാകും. ഉദാഹരണമായി പറഞ്ഞാൽ, നീതിമാനായ ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണല്ലോ പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ തിന്മയുടെ ആരാധനാമൂർത്തികൾക്ക് ഇത്തരമൊരു അനുഗ്രഹം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഇത്തരം ദുഷ്ടശക്തികളെ നാം അധികം ഭയപ്പെടേണ്ടതുമില്ല. നമുക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ദുരൂഹതകൾ താൽക്കാലികമായ തടസ്സങ്ങൾ മാത്രമാണ്. ആദം പെട്ടെന്ന് തന്നെ സംഭാഷണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. സർ, ഇനി ഞാൻ കാര്യങ്ങളെ അതിൻ്റെ പ്രായോഗിക വശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സമീപിക്കട്ടെ. മിസ്റ്റർ നഥാനിയേൽ തലകുനിച്ച് സമ്മതം അറിയിച്ചു. നാം നമുക്കറിയാവുന്നതും നമുക്ക് ചുറ്റിനും കിടക്കുന്നതുമായ കാസ്ട്ര റെഗീസ്, ഡയാനാസ് ഗ്രോവ് എന്ന വെള്ളസർപ്പത്തിൻ്റെ മട എന്നിവയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ തിന്മകളുടെ ഇരിപ്പിടങ്ങളായ സ്ഥലങ്ങൾക്കൊപ്പം മറ്റു 2 സ്ഥലങ്ങളെക്കുറിച്ച് കൂടി നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതേത് സ്ഥലങ്ങളെക്കുറിച്ച്? നഥാനിയേൽ തിടുക്കത്തിൽ ചോദിച്ചു. സർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ വീടിനെക്കുറിച്ചും മെഴ്സി ഫാമിനെക്കുറിച്ചുമാണ്. ഇവിടെ നാം കാര്യങ്ങളുടെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശവും വെളിച്ചവുമുള്ള ഇടങ്ങളാണ് രണ്ടും. ആദ്യം മെഴ്സി ഫാമിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇംഗ്ലണ്ടിലെ റോമൻ അധിനിവേശ കാലത്ത് അന്നത്തെ മാർപ്പാപ്പ ഗ്രിഗറി അഗസ്റ്റിനെ ഇവിടേക്ക് അയച്ചത് ഈ ജനതയെ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ചത് കെൻറ്റിലെ രാജാവായിരുന്ന എദേൽബർട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാരീസിലെ രാജാവായിരുന്ന ചാരീബർട്ടിൻ്റെ മകളാണ്. അവർ തികഞ്ഞ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. അവരുടെ സംരക്ഷണം ഗ്രിഗറി അഗസ്റ്റിന് ആവോളം ലഭിക്കുകയും ചെയ്തു. ഇവരാണ് കൊളംബയുടെ സ്മരണാർത്ഥം സീഡിസ് മിസർകോഡിയ എന്ന കന്യാമഠം സ്ഥാപിച്ചത്. ഇതിൻ്റെ അർത്ഥം മെഴ്സി ഹോം എന്നാണ്. അക്കാലത്ത് ഈ പ്രദേശങ്ങളെല്ലാം അറിയപ്പെട്ടത് മെഴ്സിയ എന്നായിരുന്നുവല്ലോ. ലാറ്റിൻ ഭാഷയിൽ കൊളംബിയ എന്നതിന് പ്രാവ് എന്നാണ് അർത്ഥം. അങ്ങനെ ഈ സന്യാസി മഠത്തിൻ്റെ ചിഹ്നമായി പ്രാവ് മാറുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ മഠം പ്രാവുകളുടെ ഒരു അഭയസ്ഥാനമായി മാറി.
രാജ്ഞി എല്ലാ സഹായങ്ങളും നൽകി പ്രോത്സാഹിപ്പിച്ചു. ആർക്കും പ്രാവുകളെ മഠത്തിന് സംഭാവന ചെയ്യാമായിരുന്നു. ഈ കന്യാസ്ത്രീ മഠം ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം എല്ലാവിധ സൗഭാഗ്യങ്ങളോടെയും പ്രവർത്തിച്ചു. എന്നാൽ പിന്തിരിപ്പനായിരുന്ന പെൻഡയുടെ കാലമെത്തിയപ്പോഴേക്കും ഈ മഠം അതിന്റെ നാശത്തിലേക്ക് കൂപ്പുകുത്തി. പക്ഷേ മതഭക്തിയുടെ പ്രചോദനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഈ പ്രാവുകൾ പെറ്റുപെരുകുകയും അവയുടെ ഖ്യാതി എല്ലാ കത്തോലിക്ക പ്രദേശങ്ങളിലും വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 150 വർഷങ്ങൾക്ക് ശേഷം മെഴ്സിയുടെ ഭരണം ഒഫാ രാജാവിൻ്റെ നിയന്ത്രണത്തിലാവുകയും ക്രിസ്തുമതം പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സെയിൻറ്റ് കൊളംബ എന്ന ഈ മെഴ്സി ഹോമിൻ്റെ പ്രശസ്തി വീണ്ടും ഉന്നതങ്ങളിലേക്കെത്തി. എന്നാൽ കാലചക്രം എല്ലാറ്റിനെയും നശിപ്പിക്കുകയും സംരക്ഷിക്കുകയും വീണ്ടും നശിപ്പിക്കുകയും ചെയ്യുകയെന്നത് അലംഘനീയമായ നിയമമാണല്ലോ. വീണ്ടും ഈ മെഴ്സി ഹോം നാശത്തിലേക്ക് വീണുപോയി. ഇപ്രകാരം തകർച്ചയിലേക്ക് ആണ്ടുപോകുന്നതിനും വളരെ മുമ്പ് തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ കന്യാസ്ത്രീ മഠവും അവിടുത്തെ അന്തേവാസികളും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. അക്കാലത്തെ പ്രാർത്ഥനകളുടെയും ധർമ്മബോധത്തിൻ്റെയും ഈശ്വരസ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായി തലയുയർത്തി നിന്ന മെഴ്സി ഹോം പിൽക്കാലത്ത് മെഴ്സി ഫാമായി പരിവർത്തനം ചെയ്തെങ്കിലും ചരിത്രത്തിൻ്റെ വിശുദ്ധിയിൽ അതിപ്പോഴും വിശുദ്ധ ഭൂമിയായി നിലനിൽക്കുന്നു. മിസ്റ്റർ നഥാനിയേലിൻ്റെ പ്രഭാഷണത്തിന് ആദം നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ചുനേരം എന്തെല്ലാമോ ആലോചിച്ച് നിശബ്ദനായിരുന്നു. നഥാനിയേലും ഈ സമയം അത്രയും നിശബ്ദനായിരുന്നു. അന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ആദം നഥാനിയേലിനെ തന്നോടൊപ്പം പുറത്തേക്ക് നടക്കാൻ ക്ഷണിച്ചു. ചിരപരിചിതനായ ആ നയതന്ത്രജ്ഞൻ ആദമിൻ്റെ പൊടുന്നനെയുള്ള ക്ഷണത്തിൽ ഗൗരവമുള്ള എന്തെല്ലാമോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും പൊടുന്നനെ തന്നെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ നിരീക്ഷണത്തിൻ്റെ വലയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടെന്ന് ബോധ്യം വന്നപ്പോൾ ആദം പതുക്കെ പറഞ്ഞു, സർ, ഈ ചുറ്റുപാടുകളിൽ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ ആ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ആ പാതയുടെ ഓരത്ത് തന്നെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ മൃതശരീരം കിടക്കുന്നത് ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് തോന്നി ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നുവെന്ന്. ആ ശരീരം ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ കഴുത്തിൽ 2 പല്ലുകൾ ആഴ്ന്നിറങ്ങിയതിൻ്റെ പാട് കണ്ടു. ഒരുപക്ഷെ വല്ല കാട്ടുനായ്ക്കളും കഴിച്ചതായിരിക്കും, നഥാനിയേൽ അഭിപ്രായപ്പെട്ടു. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. എന്നാൽ എനിക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കൂടി അങ്ങ് കേൾക്കുക. ഞാൻ ചുറ്റിനുമൊന്ന് നിരീക്ഷിച്ചു. വൃക്ഷങ്ങൾക്കിടയിലൂടെ ഒരു വെളുത്ത രൂപം പതുങ്ങി നീങ്ങുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ആ കുഞ്ഞിനെ പതുക്കിയെടുത്ത് ഒരു പുൽത്തകിടിയിൽ കിടത്തിയതിനു ശേഷം ആ രൂപത്തെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ തിരിച്ചെത്തി ആ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബോധ്യമായി ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അപ്പോഴും ജീവൻ തുടിക്കുന്നുണ്ടെന്ന്. ഞാൻ അതിനെ 2 കൈകളിലും എടുത്തുയർത്തിയ ശേഷം പതുക്കെ നിലത്ത് നിർത്തി. അവൾ ഇതിനോടകം തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ എന്നെ നിരാശപ്പെടുത്തിയ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവൾക്ക് വ്യക്തമായും ഓർക്കാനാകുന്നില്ല എന്നതാണ്. അവൾക്കാകെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നത് എന്തോ ഒരു വസ്തു തൻ്റെ പിന്നിലൂടെ വന്ന് തൻ്റെ ശരീരത്തെ ചുറ്റി വരികയും കഴുത്തിലേക്ക് മുറിച്ചേറിയ എന്തോ ഒന്ന് ആണ്ടിറങ്ങുകയും ചെയ്തുവെന്നത് മാത്രമാണ്. പിന്നീട് അവൾക്ക് ബോധം നഷ്ടമാവുകയും ചെയ്തു. എന്ത്? അവളുടെ കഴുത്തിനു ചുറ്റും എന്തോ വരിഞ്ഞു മുറുക്കിയെന്നോ? അങ്ങനെയെങ്കിൽ അതൊരിക്കലും ഒരു കാട്ടുനായ ആയിരിക്കില്ല, നഥാനിയേൽ അഭിപ്രായപ്പെട്ടു. സർ, എനിക്കും അത് മനസ്സിലാക്കാനാവുന്നില്ല. അക്കാര്യം അങ്ങയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയെന്നത് വലിയ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ആരും കാണാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങേക്ക് ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ലേഡി ആരബല്ലയുടെ പാമ്പിനെ പോലെയുള്ള നടത്തം. അക്കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണമല്ലോ. അതെ സർ, ഞാൻ ഭയപ്പെടുന്നതും അതുതന്നെയാണ്. എൻ്റെ കൺമുന്നിലൂടെ നടന്നു മറഞ്ഞത് ഡയാനാസ് ഗ്രോവിലെ ലേഡി ആരബല്ല തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊള്ളാം കുട്ടി, വളരെ നല്ലത്. നീ വളരെ ആലോചിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാവൂ. എപ്പോഴും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുകയും വേണം. സർ, തീർച്ചയായും ഞാൻ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ പെൺകുട്ടിയുടെ തൊണ്ടയിൽ കാണപ്പെട്ട പാടുകൾ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് എനിക്കുറപ്പുണ്ട്. അതും ഒരു സ്ത്രീയുടെ കോമ്പല്ലുകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദമിൻ്റെ പങ്കാളിയായ ആ വയോധികൻ കുറച്ചധികം നേരം ചിന്താമഗ്നനായി നിന്നു. ആ തലച്ചോറിൽ എന്തെല്ലാമോ ഉരുവം ചെയ്യുകയാണെന്ന് വ്യക്തം. അദ്ദേഹം മൗനം ഭഞ്ജിച്ചുകൊണ്ട് തുടർന്നു. ആദം, എൻ്റെ കുട്ടി, നീ പറഞ്ഞത് പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ അത് നീ ചിന്തിക്കുന്നതിനേക്കാൾ ഗുരുതരമാണെന്ന് പറയേണ്ടി വരുന്നു. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയായ നിന്റെ മുത്തച്ഛന് ഞാൻ നൽകിയ ഉറപ്പുകൾ ലംഘിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. കുറച്ച് നാളുകളായി ഈ പ്രദേശത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിരവധി മനുഷ്യർ വിവിധ കാലങ്ങളിലായി ഇവിടെ നിന്നും അപ്രത്യക്ഷരായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് എല്ലാം സംഭവിക്കുന്നത്. മരണകാരണം എന്താണെന്ന് പോലും വ്യക്തമാകാത്ത വിധത്തിൽ പാതയോരത്ത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കാണപ്പെട്ടു. ആടുകളെയും മറ്റു മൃഗങ്ങളെയും രക്തം വാർന്നൊഴുകി മരിച്ച നിലയിൽ പാടങ്ങളിൽ കാണപ്പെട്ടു. എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയാത്ത വിധം ദുരൂഹമായ പലതും ഇവിടെ സംഭവിക്കുന്നു.
രക്തമൂറ്റി കുടിക്കുന്ന ഏതോ പിശാചിന്റെ ക്രൂരകൃത്യങ്ങളെ ഓർമ്മിപ്പിക്കും വിധമാണ് എല്ലാം അരങ്ങേറുന്നത്. ലേഡി ആരബെല്ലയിലേക്കാണ് എൻ്റെ സംശയങ്ങൾ നീങ്ങുന്നതെന്ന് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. അങ്ങനെയൊരു സംശയം അവളെക്കുറിച്ച് എനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ നിന്നോട് കീരി അവരെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. കുലീന കുടുംബത്തിൽ ജനിച്ച ഡയാനാസ് ഗ്രോവിലെ അതിസുന്ദരിയായ ഈ യുവതിയെക്കുറിച്ച് ഞാൻ ഇത്രയും സംശയങ്ങൾ വെച്ചു പുലർത്തുന്നത് നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവാം. എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറയാം. ഇവരുടെ കുടുംബ വീടായ ഡൂം ടവർ എൻ്റെ വീടിന് സമീപത്ത് തന്നെ ആയിരുന്നതിനാൽ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇവരുടെ കുടുംബത്തെ എനിക്ക് നന്നായിട്ടറിയാം. ചെറുപ്പമായിരുന്ന കാലത്ത് ഒരു ദിവസം തൊട്ടടുത്തുള്ള വനാന്തരത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞെത്തപ്പെട്ട അവർ നേരമിരുട്ടിയിട്ടും തിരികെ വീട്ടിലെത്തിയില്ല. അവളെ തിരക്കി ഇറങ്ങിയവർ കണ്ടത് അവൾ കാട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ്. സർപ്പദംശനമേറ്റതുപോലുള്ള പാടുകളും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ശരീരം നന്നായി ചൂടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ പരിശോധിച്ച ഡോക്ടർ അഭിപ്രായപ്പെട്ടത് അവൾക്ക് മാരകമായ തരത്തിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്നും അവളുടെ പ്രായം വെച്ച് നോക്കിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണെന്നുമാണ്. അതിനെ തുടർന്ന് ലണ്ടൻ നഗരത്തിൽ നിന്നും ഏറെ പ്രശസ്തനായ ഒരു ഫിസിഷ്യനെ എത്തിച്ച് പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അന്നത്തെ രാത്രിയെ അതിജീവിക്കാൻ ആ കുട്ടിക്കാവില്ലെന്ന് ആ ഡോക്ടറും വിധി എഴുതി. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സങ്കടാവസ്ഥയിൽ വീട്ടുകാരെല്ലാം ഇരിക്കുന്ന സമയത്ത് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ലേഡി ആരബെല്ല കണ്ണു തുറന്നു. എന്ന് മാത്രവുമല്ല, പൂർവാധികം ആരോഗ്യത്തോടെ തന്നെ അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതോടെ ആ പെൺകുട്ടിയുടെ ക്രൂരകൃത്യങ്ങൾ ബന്ധുജനങ്ങളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കി. പക്ഷിമൃഗാദികളെ ക്രൂരമായി ആക്രമിക്കുക എന്നത് അവളുടെ ശീലമായി മാറി. ചിലപ്പോഴൊക്കെ അവറ്റകളെ കൊന്നൊടുക്കുന്നതിലും അവൾ ആനന്ദം കണ്ടെത്തി. അവളുടെ ഈ സ്വഭാവ വൈകൃതം കൗമാരത്തിൻ്റെ ഒരു വികൃതിയായിരിക്കുമെന്നും ക്യാപ്റ്റൻ മാർച്ചുമായുള്ള വിവാഹം കഴിയുന്നതോടെ എല്ലാം ശരിയാകുമെന്നും വീട്ടുകാർ വിശ്വസിച്ചു. എന്നാൽ അവരുടെ വിവാഹ ജീവിതം ഒട്ടും സന്തോഷകരമായിരുന്നില്ല. ഒടുവിൽ അവരുടെ ഭർത്താവ് തലയ്ക്ക് വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ക്യാപ്റ്റൻ മാർച്ച് വെടിയേറ്റാണ് മരിച്ചതെങ്കിലും അയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയാക്കിയ തോക്ക് അടുത്തെങ്ങും കണ്ടെത്താനായില്ല. പക്ഷേ ലേഡി ആരബെല്ലയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ എന്തോ പ്രവൃത്തി. ആ പ്രവൃത്തി എന്താണെന്ന് സർവശക്തനായ ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെയൊന്ന് കാണാനിടയായ ക്യാപ്റ്റൻ മാർച്ചിനെ ആരബെല്ല തന്നെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ ഇന്നും വിശ്വസിക്കുന്നത്. എല്ലാ ചെറിയ സംഭവങ്ങളെയും ചിട്ടയോട് അടുക്കി വെച്ചപ്പോൾ ഞാൻ എത്തിച്ചേർന്ന നിഗമനം ഇതാണ്: ലേഡി ആരബെല്ലയുടെ ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രിക്കുന്നത് ആ വെളുത്ത സർപ്പമാണ്. അവളുടെ ആത്മാവിൻ്റെ നിയന്ത്രണം ആ സർപ്പത്തിന് ലഭിച്ചതുകൊണ്ടാണ് അവൾ കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റതും കൂടുതൽ ശക്തിയോടെ ക്രൂരതകൾ ചെയ്തു കൂട്ടിയതും. കൊല്ലാനുള്ള ത്വര അവളിൽ കുടിയേറിയതും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിരവധി കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം വെളിവാക്കി നിന്നെ കുഴപ്പത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആദം. എന്നാൽ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പാവം ക്യാപ്റ്റൻ മാർച്ച് അവളുടെ അരുതാത്ത എന്ത് പ്രവൃത്തിയാണ് കണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്ത് പൈശാചികതയാണ് അയാൾ അവളിൽ ദർശിച്ചതെന്ന് ഈശ്വരന് മാത്രമേ നിശ്ചയമുള്ളൂ. ഇക്കാര്യത്തിലുള്ള എൻ്റെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ അയാൾ ദർശിച്ചത് ഏറ്റവും ഭയാനകമായ രംഗം തന്നെ ആയിരിക്കണം. അവളുടെ അംഗവടിവത്ത മനോഹരമായ ആ ശരീരം ഒരുപക്ഷെ ആ വെള്ള സർപ്പത്തിൻ്റെ പിടിയിലായിരിക്കുന്നത് അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവണം. എല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന ആദം തലകുലിക്ക് സമ്മതിച്ചു. സർ, നമുക്കെന്താണ് ഇനി ചെയ്യാനാകുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പ്രശ്നം അതീവ ഗുരുതരമായ ഒന്ന് തന്നെയാണ്. എൻ്റെ കുഞ്ഞേ, നമുക്കൊന്നും തന്നെ ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ല. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുക എന്നത് അസാധ്യമാണ്. നമുക്ക് ആകെ ചെയ്യാനാവുന്നത് ലേഡി ആരബെല്ലയുടെ പ്രവൃത്തികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും കരുതലോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അനുയോജ്യമായ സമയത്ത് മാത്രം പ്രതികരിക്കുക എന്നതാണ് ബുദ്ധി. നഥാനിയലിൻ്റെ വാക്കുകളെ ആദം അംഗീകരിച്ചുകൊണ്ട് നിശബ്ദനായി തലകുലുക്കി. തുടർന്ന് ചിന്താഭാരത്താൽ കുനിഞ്ഞ ചിരസുമായി അവർ രണ്ടുപേരും ലെസർ ഹില്ലിലേക്ക് മടങ്ങുകയും ചെയ്തു.